ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് സിങ്ക്രണസ് മോട്ടോർ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിങ്ക്രണസ് മോട്ടോറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ടിൽ എന്തെല്ലാം ഭാഗങ്ങളുണ്ട് എന്നും അതെങ്ങനെയാണ് വരക്കുക എന്നും അത് ഫലമായിട്ട് എന്തെല്ലാം ചേഞ്ചസാണ് സിങ്ക്രണസ് മോട്ടോറിന് വരുന്നതെന്നും ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യമായി ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് സിങ്ക്രണസ് മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായി രണ്ട് സർക്യൂട്ടുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, ഒന്നാമത്തെ എന്തായിരിക്കും? സ്റ്റേറ്റർ സർക്യൂട്ട്. അപ്പോൾ രണ്ടാമത്തെ എന്തായിരിക്കും? നമുക്കറിയാം എന്തായിരിക്കും? റോട്ടോർ സർക്യൂട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റേറ്റർ സർക്യൂട്ടും റോട്ടോർ സർക്യൂട്ടും രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് എന്ത് ഒരു ഇക്വലൻ്റ് സർക്യൂട്ട്. അതായത് സിങ്ക്രണസ് മോട്ടോറിൻ്റെ ഒരു ഇക്വലൻ്റ് സർക്യൂട്ട് എന്ന രണ്ട് പ്രധാന ഭാഗങ്ങളുള്ളത്. ഒന്ന് സ്റ്റേറ്റർ സർക്യൂട്ടും രണ്ടാമത് റോട്ടോർ സർക്യൂട്ട്. അപ്പോൾ രണ്ടും കമ്പൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു ഇക്വലൻ്റ് സർക്യൂട്ട് സിങ്ക്രണസ് മോട്ടോർ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ വരക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്നത് സ്റ്റേറ്റർ സർക്യൂട്ടാണ്. സ്റ്റേറ്ററിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഈ റെസിസ്റ്റർ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് RA എന്നാണ്. അപ്പോൾ RA എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക? എന്താണ്? ആർമേച്ചർ റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ എന്തുണ്ട്? ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്, സ്റ്റേറ്ററിൽ വരുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? എക്സസ് അഥവാ സിങ്ക്രണസ് റിയാക്റ്റൻസ്. ഓക്കെ, പിന്നെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു EB അഥവാ ബാക്ക് EMFൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സർക്യൂട്ടിന് നമ്മൾ നൽകുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അതായത് ഇതിന് പറഞ്ഞ പേരാണ് സ്റ്റേറ്റർ അപ്ലൈഡ് വോൾട്ടേജ് V. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു സ്റ്റേറ്റർ സർക്യൂട്ടിൽ ഉണ്ടാവുക. ഇനി റോട്ടോർ സർക്യൂട്ട് വരക്കുകയാണെങ്കിൽ റോട്ടോർ സർക്യൂട്ടാണ് വരക്കുന്നത്. റോട്ടോറിൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിന് എന്തുണ്ട്? ഒരു പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫീൽഡ് കറൻ്റായ IF പാസ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ എന്ത് പാസ് ചെയ്യുന്നുണ്ട്? റെസിസ്റ്ററിലൂടെ IA അഥവാ ആർമേച്ചർ കറൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു സിങ്ക്രണസ് മോട്ടോറിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. ഇനി ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എക്സസ് അഥവാ സിങ്ക്രണസ് റിയാക്റ്റൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ സിങ്ക്രണസ് റിയാക്റ്റൻസ് XS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ഇവിടെ സ്റ്റേറ്റർ ഫീൽഡിലെ എഫക്റ്റ് കാരണം, സ്റ്റേറ്റർ ഫീൽഡ് എഫക്റ്റ് കാരണം ഈ സ്റ്റേറ്റർ കണ്ടക്ടറിൽ എന്ത് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് എന്ത്? സിങ്ക്രണസ് റിയാക്റ്റൻസ് അഥവാ എക്സസ്. ഈ എക്സസ് എപ്പോഴും എന്തായിരിക്കും? ആർമേച്ചർ റെസിസ്റ്റൻസ് ആയ RAനോട് സീരീസ് ആയിരിക്കും. അതിൽ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യണം. എന്താണ്? കോപ്പർ ലോസും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ZS അഥവാ സിങ്ക്രണസ് ഇമ്പിഡൻസ് ZS വാല്യൂ കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചാണ് RA + JXS ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. അതായത് സിങ്ക്രണസ് ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. സീരീസിലായതുകൊണ്ട് ആഡ് ചെയ്താൽ മതി. RA + JXS ആണ് നമുക്ക് ലഭിക്കുക. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് പറഞ്ഞാൽ ബാക്ക് EMFനെയാണ്. ബാക്ക് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക് EMFൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിവോൾവിങ് ഫീൽഡ് ഓഫ് റോട്ടറാണ്. അതായത് റോട്ടറിൻ്റെ റിവോൾവിങ് ഫീൽഡിൻ്റെ എഫക്റ്റ് കാരണം എന്താ സംഭവം? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റേറ്ററിൽ നിന്നുണ്ട് റൊട്ടേറ്റിംഗ് ഫീൽഡ് ഉണ്ട്. അതേപോലെ അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? റോട്ടറിൽ നമ്മളെന്തുകൊണ്ട് എക്സൈറ്റർ കൊടുത്തിട്ടുണ്ട്. അതായിട്ട് മാഗ്നറ്റിക് ലോക്കിംഗ് ആകുമ്പോഴാണ് ഈ റോട്ടറിൻ്റെ ഫീൽഡിൻ്റെ ഒപ്പം സ്റ്റേറ്ററിൻ്റെ ഫീൽഡിൻ്റെ ഒപ്പം റോട്ടർ എന്ത് ചെയ്യും? തിരിയാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഈ റിവോൾവിങ് ഫീൽഡ് ഓഫ് റോട്ടറിൻ്റെ റിവോൾവിങ് ഫീൽഡ് കാരണം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വോൾട്ടേജിനെ പറയുന്ന പേരാണെന്ത്?
ഈ ജനറേറ്റഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ജനറേറ്റഡ് ഇ എം എഫിനെ പറയുന്ന പേരാണത് ഇ ബി അഥവാ ബാക്ക് ഇ എം എഫ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്റ്റേറ്റർ വോൾട്ടേജ് വി, ഈ നമ്മൾ അപ്ലൈയിങ് സ്റ്റേറ്റർ വോൾട്ടേജ് വി ഉണ്ടല്ലോ, അതിനെപ്പോഴും എന്തായിരിക്കും, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്ലൈയിങ് സ്റ്റേറ്റർ വോൾട്ടേജിന് എപ്പോഴും എന്തായിരിക്കും, ബാക്ക് ഇ എം എഫ് ഇ ബി എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ലാസ്റ്റത്തെ പോയിന്റ് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ടോപ്പിക്ക് പൂർണ്ണമായി. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ഈ ഒരു പോയിൻറ്റോടുകൂടി ഇത് അവസാനിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ലാസ്റ്റത്തെ പോയിന്റ് ഇതാണ്. എന്താണ് ഇനി നമുക്ക് കാണേണ്ടത്, എന്താണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതായത് ബാക്ക് ഇ ബി, അതായത് ബാക്ക് ഇ എം എഫിൻ്റെ എന്ത് വേണം, മാഗ്നിറ്റ്യൂഡ് കാണണം. ക്ലിയർ അല്ലേ? ബാക്ക് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ബിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കാണേണ്ടത്. ഈ ഇ ബിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യണ എന്തിനു മാത്രമാണ്, റോട്ടോർ എക്സൈറ്റേഷൻ എങ്ങനെയാണോ അതിനനുസൃതമായിരിക്കും റോട്ടോർ എക്സൈറ്റേഷൻ. നേരത്തെ പറഞ്ഞ റോട്ടോർ എക്സൈറ്റേഷനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബാക്ക് ഇ എം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് കൂടി നമ്മൾ ചെയ്യണം, ലാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായി നമ്മുടെ ആൻസർ ഈ പോയിന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അവസാനമായിട്ട് ഇതിൻ്റെ ഒരു പ്രിൻ്റഡ് ഇമേജ്, അതായത് ഇക്വലൻ്റ് സർക്യൂട്ട് ഓഫ് സിങ്ക്രണസ് മോട്ടറിൻ്റെ ഒരു പ്രിൻ്റഡ് ഇമേജ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, നോട്ടിൽ എഴുതുകയും വേണം, വരയ്ക്കുക. ഓക്കെ, താങ്ക് യു.